ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ജ്യോതിസ്. കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് വളരെ തിരക്കായിപ്പോയി. അപ്പോൾ തന്നെ യൂട്യൂബ് തന്നെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഒരു വീഡിയോ പോലും ചെയ്യുന്നില്ലല്ലോ എന്ന്. പിന്നെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, വീഡിയോകളൊന്നും എന്താ ചെയ്യാത്തതെന്ന്. സമയമില്ലാത്ത കാരണമാണ് വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ വീട്ടിലൊരു ചെറിയ കുരിപ്പും കൂടെ ഉണ്ട്. ആ കുരിപ്പിൻ്റെ പുറകെയാണ് ഇപ്പോൾ കൂടുതൽ സമയം. അത് കാരണം വീഡിയോകളൊന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ പ്രവാസികളെ പറ്റിയാണ്. അതായത് പ്രവാസികളിൽ എൻ്റെ അഭിപ്രായത്തിൽ 2 ടൈപ്പ് പ്രവാസികളുണ്ട്. ഒന്ന്, നമ്മുടെ ഗൾഫിലേക്ക് പോയേക്കുന്ന നമ്മുടെ സാധാരണ പ്രവാസി മലയാളികൾ. പിന്നെ രണ്ടാമത്തെ വിഭാഗമാണ് കുടിയേറ്റത്തിലേക്ക് പോയേക്കുന്ന കുടിയേറ്റ മലയാളികൾ. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് മലയാളികളും അവരുടെ സ്വഭാവത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. 70, 80, 90, 2000 കാലഘട്ടത്തിൽ ധാരാളം ആയിരക്കണക്കിന് ആളുകൾ ഗൾഫിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പ്രവാസികളെന്ന് വിളിച്ചു, പ്രവാസി മലയാളികളെന്ന് വിളിച്ചു. അങ്ങനെ ഉള്ള ആളുകൾ നാട്ടിലേക്ക് അയച്ച പണം കൊണ്ട് നമ്മുടെ നാട് ശരിക്കും സമ്പന്നമായി. പ്രത്യേകിച്ചും ഈ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളും ഏറ്റവും തെക്കൻ ജില്ലയുമാണ് ഏറ്റവും കൂടുതൽ സമ്പന്നമായ 2 പ്രദേശങ്ങൾ. അങ്ങനെയാണ് ഈ ഗൾഫ് മലയാളികളെ ഒരു പ്രവാസി മലയാളി എന്ന് നമ്മൾ കുറേ കാലമായി വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു 2010 ശേഷം മറ്റൊരു രീതിയിലുള്ള ഒരു കുടിയേറ്റം വന്നു. അത് പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രികളിലേക്കാണ്. അതായത് യൂറോപ്പും ഈ അമേരിക്കയും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള മേഖലയിലേക്ക് പോയ കുടിയേറ്റ മലയാളികൾ. അപ്പോൾ ഇവർ 2 രീതിയിലുള്ള ഒരു കുടിയേറ്റമാണ് നമ്മുടെ മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഈ അടുത്ത കാലങ്ങളിൽ പോയേക്കുന്നത്. അവരുടെ 2 പേരുടെയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഗൾഫ് മലയാളികളുടെ നല്ലൊരു ഊഷ്മളത. ഞാൻ ഗൾഫിൽ കുറേ വർഷം ഉണ്ടായതിനാൽ തന്നെ ഈ ഗൾഫ് മലയാളികൾ, അതായത് പ്രത്യേകിച്ച് അവിടെയുള്ള പ്രവാസത്തിൽ ജീവിക്കുന്ന ആളുകൾ എത്രത്തോളം അവർ തമ്മിലുള്ള ഒരു ഇഴയടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി അവിടെ ജീവിച്ചവർക്കറിയാം. ഒരു ഗൾഫ് മലയാളി ഒരു വഴിക്കൂടെ വേറൊരു മലയാളിയെ കണ്ടാൽ ബായ് നാട്ടിലെവിടെയാണ് എന്ന് ചോദിക്കാതെ ഒരാൾ പോലും കടന്നു പോകില്ല. തന്നെയല്ല, ഒരാളൊരു പ്രശ്നത്തിലകപ്പെട്ടാൽ എത്ര പേരെ ഒക്കെ അയാളെ സഹായിക്കാൻ കഴിയുമോ അത്രയും പേരും ഓടി വന്ന് സഹായിക്കുന്ന ഒരവസ്ഥ ഗൾഫിലുണ്ട്. നമ്മൾ ഈ ആടുജീവിതത്തെപ്പറ്റി മറ്റ് കുടുങ്ങിപ്പോയ പ്രവാസികളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടില്ലേ, അവരെയൊക്കെ രക്ഷിക്കാൻ എത്രയോ പേര് എത്രയോ ദിവസങ്ങൾ പുറകെ നടന്നിട്ടാണ് രക്ഷിച്ചിരിക്കുന്നതെന്നറിയാവോ. അപ്പോൾ ആ ഗൾഫിലുള്ള മലയാളികളും മലയാളി സംഘടനകളും എത്രത്തോളം തമ്മിലുള്ള ആ ഒരു ഇഴയടുപ്പം, അതായത് മലയാളികൾ തമ്മിലുള്ള ഇഴയടുപ്പം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഒരാളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ഇല്ലാതിരുന്നാൽ അവരെ ഇപ്പം നമ്മളൊക്കെ റൂംമേറ്റ്സൊക്കെ ആയിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ജോലി ഇല്ലാതെ പലരും നമ്മുടെ കൂടെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുത്ത് ചിലവിന് കൊടുത്തു പോലും ആളുകൾ അവിടെ പിടിച്ചു നിർത്തും. ഭായി, നിങ്ങൾ നാട്ടിൽ പോകണ്ട, നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിക്കാം, അതുവരെ നിങ്ങൾ ഒരു ചിലവും വഹിക്കേണ്ട, റൂമിൽ വാടക തരാതെ താമസിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം കഴിച്ചോളൂ, ഇങ്ങനെ പറഞ്ഞ് ഒരു പരിധിവരെ എത്രയോ പേരെ ഞങ്ങളും അല്ലെങ്കിൽ എൻ്റെ പല സുഹൃത്തുക്കളോ അവരവരുടെ വീടുകളിലോ അല്ലെങ്കിൽ റൂമുകളിലോ നിർത്തിയിട്ടുണ്ടെന്നറിയാവോ. അത്രയൊരു സ്നേഹം ഗൾഫിലെ മലയാളികളുടെ ഇടയ്ക്കുണ്ടായി. പക്ഷെ അതാണ് ഒരു പരിധിവരെ ഇന്ന് മരിക്കുമ്പോൾ പോലും നമ്മുടെ എത്രയോ മൃതദേഹങ്ങൾ ഗൾഫിൽ കെട്ടിക്കിടക്കുമ്പോൾ തിരഞ്ഞ് നാട്ടിലെത്തിക്കാൻ വേണ്ടി എത്രയോ മലയാളി മനുഷ്യാവകാശ പ്രവർത്തകർ ഗൾഫിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നറിയാവോ. ഇവരൊന്നും ഒരുപാട് പണം ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും ഗൾഫിലെ മലയാളികൾ എന്ന് പറയുന്ന ഇന്നൊരു മുത്തുകളാണ്. കാരണം അത്ര നല്ലൊരു സ്നേഹം ഗൾഫിലെ മലയാളികളുടെ ഇടയ്ക്ക് കാണാൻ പറ്റും. ഒരാളും ഈ എത്രയൊക്കെ പണം ഉണ്ടെങ്കിൽ പോലും താനൊരു പ്രവാസിയാണ്, ഒരിക്കൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്, നാടിനോടുള്ള സ്നേഹം ഉണ്ടായിരിക്കണം, കടപ്പാടുണ്ടായിരിക്കണം, എനിക്കെൻ്റെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നാടിൻ്റെ അസോസിയേഷനുണ്ട്. ഇങ്ങനെയൊക്കെ ഗൾഫിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന പോലെ കാസർഗോഡ് അസോസിയേഷൻ, കണ്ണൂർ അസോസിയേഷൻ, കോഴിക്കോട് അസോസിയേഷൻ, ഇനി ഓരോ സ്ഥലത്തിനും ഓരോ പഞ്ചായത്തിനും വരെ അവിടെ അസോസിയേഷനുകളുണ്ട്. കാരണം അത്രത്തോളം അടുപ്പമുണ്ട് അവർ തമ്മിൽ. അവർ വലിയ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല പലപ്പോഴും അസോസിയേഷനുകൾ വയ്ക്കുന്നത്. പലപ്പോഴും ഈ അസോസിയേഷൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതാണ് ഗൾഫ് മലയാളികളെ കുടിയേറ്റ മലയാളികളിൽ നിന്നും വ്യത്യസ്തമായിട്ടിരിക്കുന്ന എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ സ്നേഹവും കടപ്പാടും
നാടിനോടൊരു കമ്മിറ്റ്മെൻറ്റും അവരയക്കുന്ന പണം കൊണ്ട് തന്നെയാണ് ഇന്നും നാട്ടിൽ അത്രത്തോളം ബിൽഡിങ്ങുകളും ബിസിനസ്സുകളും കെട്ടിപ്പൊക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ 2010 ശേഷം ഈ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തേക്ക് മലയാളികൾ കൂടുതലായി കുടിയേറാൻ തുടങ്ങി. പ്രത്യേകിച്ച് ആദ്യം അമേരിക്കയായിരുന്നു, പിന്നെ UK ആയി, പിന്നെ ഈ പറയുന്ന പോലെ കാനഡ, മറ്റേ അയർലൻഡ്, ജർമ്മനി, ഇങ്ങനെ അതുപോലെ തന്നെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും അത്ര തന്നെ പോയിട്ടില്ല, അടുത്തിടയ്ക്കൊക്കെ പോയിട്ടുള്ളൂ. അതുവരെ കുടിയേറ്റ മലയാളികളെന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ ബാക്കിയുള്ള ഇറ്റലിയിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇങ്ങനെയുള്ള മലയാളികളുടെ ഒരു ചെറിയ ഈ ഗൾഫ് മലയാളികളിൽ നിന്നും കുറച്ചേറെ വ്യത്യസ്തരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ രണ്ട് മേഖലയിലും ഞാൻ ജീവിച്ചിട്ടുള്ള കാരണം വ്യക്തിപരമായിട്ടൊരു കാഴ്ചപ്പാടാണ്. നമ്മൾ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മലയാളി കുടുംബം ഈ വെസ്റ്റേൺ കൺട്രികളിലേക്ക് അങ്ങ് എത്തിച്ചേർന്നാൽ ഒരാഴ്ച കൊണ്ട് അവരുടെ സ്വഭാവം എല്ലാം അങ്ങ് മാറുകയാണ്. ഞാൻ എന്തോ വലിയൊരു നിലയിലെത്തി, ഞാൻ വേറൊരു വലിയ രാജ്യത്തേക്ക് കുടിയേറി, ഇനി എൻ്റെ ജീവിതമെല്ലാം ഇവിടെ സെറ്റാണ്, ഇനി ഒരു തിരിച്ചു പോക്കില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനാണ്, ഞങ്ങൾക്ക് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന വൻ സംഭവമായിട്ട് കിട്ടും, ഇനി ഞങ്ങൾക്ക് ഇവിടെ ഡോളർ അല്ലെങ്കിൽ യൂറോ അല്ലെങ്കിൽ പൗണ്ട് ഇങ്ങനെ കുന്നുകൂടാൻ പോവുകയാണ്, ഞങ്ങളിനി ഒന്ന് ഷോ കാണിക്കും, നാട്ടിൽ ഞങ്ങളെ പുച്ഛിച്ചവരുടെയൊക്കെ മുന്നിൽ ഞങ്ങൾ തലയുയർത്തി നിൽക്കും എന്നുള്ള ഒരു തരം ഒരു ജാടന്നോ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഗൾഫിൽ നിന്നും ഈ രാജ്യങ്ങളിലേക്ക് മാറിയവർക്ക് ഏകദേശം തോന്നാനുള്ള 100% സാധ്യതയുണ്ട്. കാരണം അങ്ങ് അവർ വഴിയിലൊന്നും വെച്ച് ഒരു മലയാളി മറ്റൊരു മലയാളിയെ കണ്ടാൽ മൈൻഡ് പോലും ചെയ്യല. അതായത് ഈ ആരോ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ സായിപ്പിനെ കാണുന്ന മൈൻഡ് പോലും പലപ്പോഴും മലയാളികളെ തമ്മിൽ കണ്ടാൽ മൈൻഡ് ചെയ്യല. പിന്നെ അവർ മൈൻഡ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് അസോസിയേഷൻ മീറ്റിങ്ങുകൾ, 2 പള്ളി പോകുമ്പോൾ മാത്രം, അതായത് നമ്മുടെ ഒരു പൊങ്ങച്ചവും ഇതുമൊക്കെ കാണിക്കാൻ പറ്റിയ 2 സ്ഥലങ്ങളാണ് ഈ അസോസിയേഷൻ മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഈ പള്ളികളും. അതായത് പുതിയതായിട്ടൊരു കാറ് വാങ്ങിക്കുന്നു, പുതിയതായിട്ട് ഒരു വീട് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഈ പള്ളിയിലോ അല്ലെങ്കിൽ അസോസിയേഷൻ മീറ്റിങ്ങുകളോ വന്നേക്കുന്നത്. ഈ അടുത്തായിട്ട് കണ്ടേക്കുന്ന ഒരു കാഴ്ച, നിങ്ങൾ ഈ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ ഒരുപാട് അസോസിയേഷൻ കൂണുപോലെ മുളച്ച് വൻ പരിപാടി നടത്തുന്നതിൻ്റെ 50 ഇരട്ടി സോഷ്യൽ മീഡിയയിൽ കൂടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ പൊങ്ങച്ചം കാണിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എല്ലാ അസോസിയേഷനും കുറ്റം പറയുന്നതല്ല കേട്ടോ, അസോസിയേഷനുകളെല്ലാം മോശമാണെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. പക്ഷേ എന്തോ ഗൾഫിലുള്ള അസോസിയേഷനുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാറ്റം കണ്ടിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റ് നടത്താൻ വേണ്ടി മാത്രമാണ് ഇവർക്കൊക്കെ ഉത്സാഹം, അല്ലാതെ ജീവകാരുണ്യ പ്രവർത്തനത്തിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ ഒരാൾ പെട്ടുകിടക്കുന്ന പ്രവാസികളെ രക്ഷിക്കാനോ സഹായിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പ്രവാസികൾക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനോ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇങ്ങനെയുള്ള ഈ അസോസിയേഷനുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പകരം അവർക്ക് ഇവൻറ്റുകൾ നടത്താനാണ് താല്പര്യം. കുറച്ച് ഡാൻസ്, കുറച്ച് പാട്ട്, കുറച്ച് DJ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി, കുറച്ച് ഫുഡടി. ഈ കാര്യത്തിലല്ലാതെ ഈ അസോസിയേഷനുകൾക്കൊന്നും ഒരുപാട് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയുള്ള അസോസിയേഷനുകളുണ്ടാകാം, പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഗൾഫിലെ അസോസിയേഷനൊക്കെ നിങ്ങൾ കണ്ട് പഠിക്കേണ്ടതാണ്. പിന്നെ ഒരു മൊത്തത്തിലൊരു പൊങ്കച്ചക്ക്, ഇനി നാടൊക്കെ എന്ന് പറയുന്നത് നാട് കൊള്ളുകയല്ലേ, നാട്ടിലെ ഒന്നിനും കൊള്ളുകയല്ല, അവിടെ എല്ലാം മോശമായി, എല്ലാ കാര്യത്തിലും മോശമാണ്. ഇനി ഞാനിവിടെയാണ്, ഇനി ഞാൻ ജീവിച്ച് മരിക്കുന്നോടം വരെ ഇവിടെയാണ്. ഞാൻ ഒരു വീട് വാങ്ങിച്ചു, ഈ വീടിന് ഇങ്ങനെ വില കൂടി അങ്ങ് പോകും. അതോടുകൂടി എൻ്റെ പ്രശ്നമൊക്കെ തീർന്നു, ഞാനിവിടെ സെറ്റാവും, എൻ്റെ പിള്ളേരെല്ലാം ഇവിടെ സായിപ്പ് പിള്ളേരായിട്ട് വളരും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ധാരണയോടുകൂടി മൊത്തത്തിൽ ബാക്കിയുള്ള മലയാളികളോട് സഹിതം പുച്ഛഭാവത്തിൽ പെരുമാറുന്ന ഒരു പറ്റം മലയാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, എങ്കിലും ഒരു പറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ഈ 2 കൂട്ടം മലയാളികൾ, ഈ പ്രവാസി മലയാളികളും കുടിയേറ്റ മലയാളികൾ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൺട്രികളിലേക്കൊക്കെ ഇങ്ങോട്ട് നമ്മൾ കയറിയതോടുകൂടി ഈ കൺട്രികളിലേക്ക് അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ പ്രോസ്പെരിറ്റി ഒന്നും ഇന്ന് ഈ കൺട്രികളിലൊന്നും കാണാനില്ല. അങ്ങ് വാങ്ങിക്കുന്ന ശമ്പളത്തിൽ തട്ടിക്കൂട്ടി അങ്ങ് പോകുന്നു എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നും ബ്രാഗ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ വാക്ക്. അപ്പോൾ ബ്രാഗ് ചെയ്യാൻ വേണ്ടി കാര്യമായൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കാരണം ഈ പ്രവാസികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്,
കുറച്ച് താഴുക. നമ്മളെല്ലാം മലയാളികൾ, അൾട്ടിമേറ്റ്ലി നമ്മൾ മലയാളികളാണ്. മരിക്കുന്നതോളം വരെ മലയാളം മാത്രം പറഞ്ഞ് ജീവിക്കേണ്ടവരാണ്. ഇംഗ്ലീഷോ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജുകളൊക്കെ ഉപയോഗിച്ചാലും നമ്മുടെ മനസ്സെന്നും മലയാളത്തോടുള്ള ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. അപ്പം മരിക്കുന്നതോടം വരെ നമ്മളെല്ലാം മലയാളികളായിരിക്കും. അപ്പം ആ മലയാളിയെ കാണുമ്പോഴെങ്കിലും മിനിമം മര്യാദ, എന്തുണ്ട് വിശേഷം എന്നെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള മര്യാദ കാണിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ കുടിയേറ്റ മലയാളികളോട് പറയാനുള്ളൂ. അപ്പം എനിക്ക് ഇതൊരു തോന്നിയൊരു എൻ്റെ കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ രണ്ടിടത്ത് ഞാനൊരു പ്രവാസി മലയാളിയായിട്ടുണ്ട്, ഞാനൊരു കുടിയേറ്റ മലയാളി ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഈ രണ്ട് മേഖലയിലുള്ള ആളുകളെ കണ്ടിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം. പിന്നെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഗൾഫ് മലയാളികളും കുടിയേറ്റ മലയാളികളും നിങ്ങൾ കണ്ട വ്യത്യാസം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയ വിഷയമായി വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.